ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമമായിരിക്കുന്നു. ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടി എന്നുള്ളതാണ്. വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയിരിക്കുന്നു. നെയ്മറുടെ പേര് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു കരഘോഷം, അത് മാത്രം മതി നെയ്മറുടെ റേഞ്ച് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഏതായാലും ബ്രസീലിന്റെ സ്ക്വാഡ് നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ, എഡേഴ്സൺ, വെവേർട്ടൺ എന്നിവരാണ് വരുന്നത്. പ്രതിരോധ നിരയിൽ അലക്സാൻഡ്രോ, ബ്രമർ, ഡാനിലോ, ഡഗ്ലസ് സാന്റോസ്, ഗബ്രിയേൽ മഗല്ലസ്, റോജർ ഇബാനസ്, ലിയോ പെരേര, മാർക്കിഞ്ഞോസ്, വെസ്ലി എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുമിറസ്, കാസമിറോ, ഡാനിലോ, ഫാബിഞ്ഞോ, ലുക്കാസ് പക്കേറ്റ എന്നിവർ ഇടം നേടിയിട്ടുണ്ട്. ആൻഡ്രേ സാന്റോസിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻറിക്ക്, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഇഗോർ തിയാഗോ, ലൂയിസ് ഹെൻറിക്കെ, മാത്യൂസ് കുഞ്ഞ, നെയ്മർ ജൂനിയർ, റാഫീഞ്ഞ, റയാൻ, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മികച്ച ഒരു സ്ക്വാഡിനെ തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരാധകർ ആഗ്രഹിച്ച ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിനെ ഇപ്പോൾ ബ്രസീലിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.